കറവ് ശരിക്കും സത്യത്തിൽ നിർത്താന്നുള്ളൊരു പരിപാടിയായിരുന്നു. അതിനുശേഷമാണ് ഈ TMRനെ പറ്റിയിട്ട് പരിചയപ്പെടാൻ ഇടവന്നത്. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ TMR കണ്ടതും അത് കൊടുത്തു ശീലിച്ചു നോക്കിയപ്പോൾ ഇതാണ് കുഴപ്പമില്ല, തരക്കേടില്ല, പശുക്കൾക്ക് നല്ല പാലുൽപാദനം കൂടുതലുണ്ട്, അതുകൊണ്ട് ഇതിലേക്കാണ്ട് തിരിഞ്ഞു എന്ന് മാത്രം. മറ്റുള്ള തീറ്റയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വില കൂടുതലും. ഇത് കൊടുത്തതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയ്ക്കും നമ്മൾ ഇപ്പോൾ 5 മാസം 8 മാസം പ്രായമുള്ള പശുക്കൾക്കായാലും ആ പ്രസവിച്ച സമയത്ത് എത്ര പാല് കിട്ടുന്നോ ആ പാല് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീണ്ട കറവ് കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ 5 പശുവുള്ളൂ. അതിനെല്ലാം തന്നെ ഇപ്പൊ TMR തന്നെയാണ്. എല്ലാം TMR കൊടുക്കുന്നത്. വേറെ പെല്ലറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. പെല്ലറ്റ് ഐറ്റംസ് ഒന്നുമില്ല. ഇതും കൊടുക്കുന്നുണ്ടോ? പിന്നെ ഇടയ്ക്ക് ഇതുപോലെ പച്ചപ്പുല്ല് ഇപ്പൊ വളപ്പിൽ നിന്നുള്ള ഇത്തിരി വല്ല പച്ചപ്പുല്ല് കിട്ടി കഴിഞ്ഞാൽ അത് അരിഞ്ഞു കൊണ്ടിടും. അതേ ഉള്ളൂ. പണിക്കാരൊന്നുമില്ലല്ലോ. പണിക്കാരൊന്നുമില്ല. ഓക്കെ, ഇതുള്ളപ്പോൾ പിന്നെ പണിക്കാരന്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ പണിക്കാരന്റെ ആവശ്യം എന്തിരിക്കണോ? പണിക്കാരന്റെ ആവശ്യമില്ല ഇതില്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വന്നിട്ട് ഒരു 10-20 പശുവിനെ വളർത്താനായിട്ട് നമുക്ക് പണിക്കാരന്റെ ആവശ്യമില്ല ശരിക്കും, ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട്, ഈ TMR ഉള്ളതുകൊണ്ട്. പാലിന് എന്തെങ്കിലും അളവിന്റെ വ്യത്യാസം കൊഴുപ്പ് കൂടുക അങ്ങനെ എന്തെങ്കിലും? കൊഴുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 6 ഫാറ്റ് വന്നു. എനിക്ക് സൊസൈറ്റിയിൽ അളക്കുമ്പോൾ ഇളം പാല് പശു പ്രസവിച്ചിട്ട് ഒരു 20 ദിവസം കഴിഞ്ഞിട്ടുള്ള പാലളക്കുമ്പോൾ 54 രൂപ കിട്ടുന്നുണ്ടായിരുന്നു സൊസൈറ്റിയിൽ. TMR കൊടുത്തതിന് ശേഷം അല്ലേ? ഓക്കെ, നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഒരു അസുഖം ഞാൻ ഡോക്ടറെ അങ്ങോട്ട് കടത്തിയിട്ടേ ഇല്ല. ദഹനത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ചാണകം നല്ല മുറുക്കത്തിലാണ്, നല്ല ടൈറ്റ് ടൈറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം TMR കൊടുത്തതിന് ശേഷം ചെയ്യണം മൊത്തത്തിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ്, അത് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നതല്ലേ? ഇപ്പൊ TMR മാത്രമാണ് ഇപ്പൊ പശുക്കൾ? TMR മാത്രമേ ഉള്ളൂ. ഒന്നല്ലേ? ജോലി ഭാരക്കുറവ് ഒക്കെ ഉണ്ടല്ലേ? അയ്യോ, ജോലി എന്ന് വെച്ചാൽ എനിക്ക് പണിയല്ലേ ഇപ്പൊ. ആണല്ലേ? തീറ്റ അന്വേഷിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും വേണ്ട. ഇതിപ്പോ ഒന്നും അന്വേഷിക്കേണ്ട. ഇതിപ്പോ നമുക്ക് ഇവിടെ വിളിച്ചു പറഞ്ഞാൽ മതി, അവരുടെ സാധനം ഇവിടെ എത്തിച്ചു തരും. എപ്പോഴായാലും നമുക്ക് സാധനം അവൈലബിൾ ആയിരിക്കും. എപ്പോ വേണേലും ചോദിച്ചാൽ കിട്ടിക്കൊണ്ടിരിക്കും. ശരി.